മന്ത്രിസഭ പുനഃസംഘടനയ്ക്ക് വഴിയൊരുങ്ങുകയാണ്. മന്ത്രി അഹമ്മദ് ദേവർകോവിൽ രാജിവെച്ചിരിക്കുന്നു. മന്ത്രി ആന്റണി രാജു ക്ലിഫ് ഹൗസിലെത്തി. മുഖ്യമന്ത്രിക്ക് ഉടൻ രാജിക്കത്ത് കൈമാറുമെന്ന് തന്നെയാണ് സൂചന. ഇരുവർക്കും പകരം KB ഗണേഷ് കുമാർ, കടന്നപ്പള്ളി രാമചന്ദ്രൻ എന്നിവർ മന്ത്രിമാരാകാനാണ് സാധ്യത. പുനഃസംഘടന സംബന്ധിച്ച് LDF അല്പസമയത്തിനകം തന്നെ യോഗം ചേരും. അതിൽ അന്തിമ തീരുമാനമുണ്ടാവുകയും ചെയ്യും. മുഖ്യമന്ത്രിയെ കാണുന്നതിന് മുമ്പ് ഞാൻ കണ്ട് എന്താ ചെയ്യാൻ പോകുന്നുള്ള നേരത്തെ പറഞ്ഞാൽ പിന്നെ അതിനകത്തൊരു സംഗതിയില്ല. അത് ശരിയല്ല, സസ്പെൻസിൻ്റെ അല്ല, അത് ശരിയല്ല എന്നുള്ളതാണ്. അത് നിങ്ങൾക്കറിയാമല്ലോ. പിന്നെ എനിക്ക് ആത്മവിശ്വാസത്തിന് എന്താ കുറവ്? എനിക്ക് നല്ല ആത്മവിശ്വാസമില്ലേ. ഞാൻ സംതൃപ്തിയോടാണ് മുഖ്യമന്ത്രിയെ കാണാൻ പോകുന്നത്. മന്ത്രിയാക്കിയത് LDF ഇന്ന് യോഗം ചേരുന്നുണ്ട്. അതിന്റെ തീരുമാനം എന്താണോ അത് നടപ്പിലാക്കും. ഇപ്പൊ ഞാൻ CM-നെ കാണാൻ പോകും. LDF ആണ് തീരുമാനിക്കേണ്ടത്. LDF ആണ് എന്നെ മന്ത്രിയാക്കിയത്. LDF ആവശ്യപ്പെട്ടാൽ ഒഴിയും. വളരെ സന്തോഷം. ടേം പൂർത്തിയാക്കി നന്നായി തന്നെ ഈ പീരീഡുകളിൽ നന്നായി വർക്ക് ചെയ്യാൻ കഴിഞ്ഞു. വളരെ സന്തോഷത്തോടു കൂടിയാണ്. ഞാനല്ലല്ലോ തീരുമാനിക്കേണ്ടത്, അതൊക്കെ LDFന്റെ തീരുമാനമാണ്. ആന്റണി രാജുവിൻ്റെയും അഹമ്മദ് ദേവർകോവിലിൻ്റെയും പ്രതികരണങ്ങളാണ് കണ്ടത്. പിന്നെ എന്തിനു രാജിവെക്കണമെന്ന് ഞാനല്ലോ തീരുമാനിക്കുന്നത്, LDFന്റെ തീരുമാനമാണെന്നാണ്. അതങ്ങനെയാണ്. 2.5 വർഷത്തെ മന്ത്രി സ്ഥാനത്തിന് ശേഷം അടുത്ത കൈമാറുക എന്നൊക്കെ നേരത്തെയുള്ള ധാരണകളാണ്. പ്രശാന്ത് കൃഷ്ണ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. പ്രശാന്ത്, നേരത്തെയുള്ള തീരുമാനങ്ങളാണ്, അതിൻ്റെ സ്വാഭാവിക നടപടി എന്ന നിലയ്ക്ക് കാര്യങ്ങൾ പോകുന്നു എന്നേ ഉള്ളൂ. എങ്കിലും ഈ പുതിയ ആളുകളുടെ രംഗപ്രവേശം അത് എന്നത്തേക്കുണ്ടാകും? ഈ ആന്റണി രാജു വഴിമാറുമ്പോൾ ഗണേഷ് കുമാർ വരുന്നത് KSRTCയുടെ തലപ്പത്തേക്കാണ്. വല്ലാത്തൊരു ഭാരിച്ച ഉത്തരവാദിത്തമാണ് ഏറ്റെടുക്കേണ്ടി വരുന്നത്. ദിവേഷ്, നേരത്തെ LDF ഉണ്ടാക്കിയ ധാരണ പ്രകാരം 2.5 വർഷം പൂർത്തിയാക്കിയ മന്ത്രിസഭയിൽ നിന്ന് മന്ത്രി ആന്റണി രാജുവും അഹമ്മദ് ദേവർകോവിലും രാജിവെക്കുകയാണ്. അഹമ്മദ് ദേവർകോവിൽ ഇപ്പോൾ രാജിക്കത്ത് മുഖ്യമന്ത്രിക്ക് കൈമാറി കഴിഞ്ഞിരിക്കുന്നു. ഇരുവരും ക്ലിഫ് ഹൗസിനകത്താണുള്ളത്. ആന്റണി രാജു അല്പം മുൻപാണ് രാജിക്കത്തുമായി ക്ലിഫ് ഹൗസിലേക്ക് എത്തിയത്. ഒപ്പം അദ്ദേഹവും കുടുംബവും മുഖ്യമന്ത്രിയെ കാണാനെത്തുമ്പോൾ ക്രിസ്മസ് കേക്കുമെല്ലാമായാണ് എത്തിയിരിക്കുന്നത്. പുറത്തിറങ്ങിയ ശേഷം ഈ രാജിവെക്കുന്ന കാര്യം വിശദമായി പറയാം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്തായാലും 10:30-ക്ക് ശേഷം LDF യോഗമുണ്ട്. LDF യോഗത്തിൽ ഇന്ന് ഈ ഇരു മന്ത്രിമാരുടെയും രാജിയെ തുടർന്ന് ഉണ്ടാകുന്ന 2 ഒഴിവുകൾ, അതായത് 4 ഓരോ MLA-മാരുണ്ടായിരുന്ന 4 കക്ഷികൾ, ജനാധിപത്യ കേരള കോൺഗ്രസിൻ്റെ പ്രതിനിധിയായ ആന്റണി രാജു, INL പ്രതിനിധിയായിരുന്ന അഹമ്മദ് ദേവർകോവിൽ, ഇവർ 2 പേരും ഒഴിയുമ്പോൾ 2 ഒഴിവുകൾ വരുന്നു. ഇത് നേരത്തെ ഉണ്ടായ ധാരണ പ്രകാരം 2.5 വർഷം കഴിയുമ്പോൾ കേരള കോൺഗ്രസ് ബിക്കും ഒപ്പം കോൺഗ്രസ് എസിനും നൽകാമെന്നതാണ്. അത് പ്രകാരം കേരള കോൺഗ്രസിൻ്റെ പ്രതിനിധിയായി KB ഗണേഷ് കുമാർ മന്ത്രിസ്ഥാനത്തേക്ക് എത്തും. ഒപ്പം കോൺഗ്രസ് എസിൻ്റെ പ്രതിനിധിയായി രാമചന്ദ്രൻ കടന്നപ്പള്ളിയും, ഇരുവരുമാണ് ഈ സ്ഥാനങ്ങളിലേക്ക് എത്തുക. നേരത്തെ ഉണ്ടായിരിക്കുന്ന ഒരു ധാരണ അതിനിപ്പോൾ LDF യോഗത്തിൽ അന്തിമമായുള്ള തീരുമാനത്തിലേക്ക് എത്തും. അതായത് KSRTC അടക്കം ആന്റണി രാജു കൈകാര്യം ചെയ്ത വകുപ്പുകൾ, ഗതാഗത വകുപ്പ്, അത് ഗണേഷ് കുമാറിനും, തുറമുഖ വകുപ്പും അനുബന്ധ വകുപ്പുകൾ, മറ്റു വകുപ്പുകളും കോൺഗ്രസ് എസിനും ആയിരിക്കും ലഭിക്കുക. ഗണേഷ് കുമാറും അതുപോലെ തന്നെ കടന്നപ്പള്ളിയും ഇത് 3-ാം തവണയാണ് മന്ത്രിസഭയിലേക്ക് എത്തുന്നത്, അതായത് മന്ത്രിമാരാകുന്നത്. ഗണേഷ് കുമാർ നേരത്തെ 2001-ൽ AK ആന്റണി മന്ത്രിസഭയിലുണ്ടായിരുന്നു. പിന്നീട് അദ്ദേഹത്തിൻ്റെ പിതാവിന് വേണ്ടി വഴിമാറിക്കൊടുത്തപ്പോൾ രാജിവെച്ചു. അതിനുശേഷം ഉമ്മൻചാണ്ടി മന്ത്രിസഭയിലുണ്ടായിരുന്നു. അങ്ങനെ 2 തവണ ഗണേഷ് കുമാർ മന്ത്രിയായിരുന്നു. ഗതാഗത വകുപ്പ് അടക്കമുള്ള വകുപ്പുകൾ തന്നെയാണ് അദ്ദേഹം അന്നും കൈകാര്യം ചെയ്തത്. കോൺഗ്രസ് എസിൻ്റെ നേതാവ് കൂടിയായ രാമേന്ദ്ര കടന്നപ്പള്ളി, അദ്ദേഹം കഴിഞ്ഞ പിണറായി സർക്കാരിൻ്റെ കാലത്ത് തുറമുഖ വകുപ്പ് കൈകാര്യം ചെയ്ത വ്യക്തിയാണ്. ആ തവണയും അതുപോലെ തന്നെ അതിനു മുൻപ് 2000 സർക്കാരിലും 2006-ലെ VS സർക്കാരിൻ്റെ കാലത്തും അദ്ദേഹം മന്ത്രിയായിരുന്നു. അന്ന് ദേവസ്വം പ്രിൻറ്റിംഗ് വകുപ്പുകളായിരുന്നു രാമേന്ദ്രൻ കടന്നപ്പള്ളി കൈകാര്യം ചെയ്തിരുന്നത്. ഏതായാലും ഈ 2 മന്ത്രിമാരും രാജിവെച്ചൊഴിയുമ്പോഴുള്ള ഈ ഒഴിവ് ഈ 2 പേരെ ഉൾപ്പെടുത്തിയായിരിക്കും നികത്തുക. അതിൻ്റെ അന്തിമമായ തീരുമാനവും പ്രഖ്യാപനവും ഇന്നത്തെ LDF യോഗത്തിന് ശേഷം ഉണ്ടാകും. ഒപ്പം തന്നെ ഇന്നത്തെ LDF യോഗത്തിൽ കഴിഞ്ഞ 36 ദിവസം സർക്കാർ നടത്തിയ നവകേരള സദസ്സിൻ്റെ ഒരു വിലയിരുത്തലും ഉണ്ടാകും. നവകേരള സദസ്സ് സർക്കാരിന് വലിയ വിജയമായിരുന്നു എന്ന വിലയിരുത്തൽ തന്നെയാണ് പ്രാഥമികമായി നടത്തിയിട്ടുള്ളത്. അതിന് LDF ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്ത് നവകേരള സദസ്സ് സംബന്ധിച്ച വിലയിരുത്തലും ഇന്നിപ്പോൾ പ്രശാന്ത്, ഇപ്പോൾ 2 പേരും മന്ത്രിമാരാകുമ്പോൾ ഗണേഷ് കുമാറിനെ സംബന്ധിച്ച് അദ്ദേഹം ഏറ്റെടുക്കാൻ പോകുന്ന വകുപ്പ് നേരത്തെ അദ്ദേഹം ആ വകുപ്പ് കൈകാര്യം ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ മികച്ച രീതിയിൽ KSRTCയിൽ ഒരു പ്രകടമായ മാറ്റം നമ്മളെല്ലാവരും കണ്ടതാണ്. ഇപ്പോൾ ബസ്സുകളുടെ കാര്യത്തിലാണെങ്കിൽ പോലും
എല്ലാം രൂപത്തിൽ പോലും വലിയ മാറ്റങ്ങൾ വരുത്താൻ കെ ബി ഗണേഷ് കുമാറിന് കഴിഞ്ഞാണ്. പക്ഷേ ഇപ്പോൾ അറിയാം, ഈ 2.5 വർഷം പിന്നിടുമ്പോൾ ഒരുപാട് ഇപ്പോൾ ഇലക്ട്രിക് ബസ്സുകൾ ഇറങ്ങി വലിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ടെങ്കിലും സാമ്പത്തികമായി ഇതിങ്ങനെ എന്താ പറയുക കുഴിയിൽ കിടക്കുന്ന ഒരു സ്ഥാപനമാണ്. അപ്പോൾ അതിനെ നന്നാക്കിയെടുക്കാൻ എന്തൊക്കെ ശ്രമങ്ങൾ കെ ബി ഗണേഷ് കുമാറിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും, അത് എത്രത്തോളം വെല്ലുവിളി നിറഞ്ഞാണ്. ഒപ്പം ഈ വിഴിഞ്ഞമടക്കമുള്ള കാര്യങ്ങളാണ് ഇനി കടന്നപ്പള്ളിയുടെയും ചുമതലയിലേക്ക് വരുന്നത്. അതും കൃത്യമായി മാനേജ് ചെയ്ത് മുന്നോട്ട് പോകണമല്ലോ. ദിവിഷ്, ഗണേഷ് കുമാർ മുമ്പ് മന്ത്രിയായിരുന്ന ഗതാഗത മന്ത്രിയായിരുന്ന 2001 കാലഘട്ടമൊന്നുമല്ല ഇന്നിപ്പോൾ ഗതാഗത മന്ത്രി സ്ഥാനം അദ്ദേഹം ഏറ്റെടുക്കുമ്പോൾ ഉള്ളത്. അന്ന് KSRTC ഒന്നും ഇതുപോലുള്ള ഇത്രയും സാമ്പത്തികമായി ഗതികിടുന്ന ഒരു കാലമായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ശമ്പളത്തിനും പെൻഷനും പോലും സർക്കാരിനെ ആശ്രയിക്കുന്ന, ശമ്പളവും പെൻഷനും കൃത്യമായി കൊടുക്കാൻ കഴിയാത്ത KSRTC ഉൾപ്പെടുന്ന ഗതാഗത വകുപ്പിൻ്റെ തലപ്പത്തേക്കാണ്, അല്ലെങ്കിൽ ഭരണ സാരഥ്യമാണ് അദ്ദേഹത്തിലേക്ക് എത്തുന്നത്. വലിയ പ്രതിസന്ധി തന്നെയാകും കെ ബി ഗണേഷ് കുമാറിന് അടുത്ത 2.5 വർഷക്കാലം നേരിടേണ്ടി വരിക. അത് എങ്ങനെ അദ്ദേഹം തരണം ചെയ്യും എന്നതെല്ലാം തന്നെ ഏറ്റവും പ്രധാനമാണ്. ഏതായാലും